നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. സമയം മണി 9:39 കഴിഞ്ഞിരിക്കുന്നു. നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. 11 മണിയോടുകൂടി വിധി പ്രസ്താവന നടത്തുമ്പോൾ ആലുവയിലെ പത്മസരോവരത്തിൽ നിന്നും ദിലീപ് പുറപ്പെട്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, മനുഷ്യന്മാരുടെ ഓരോ അവസ്ഥ നോക്കണേ. അതായത് ജനപ്രിയ നായകനായി ജനങ്ങൾക്കിടയിലേക്ക് തലയും നെഞ്ചും വിരിച്ചിറങ്ങിയ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിന് ഇപ്പോൾ കുട ചൂടി ആരും കാണാതെ കാറിൽ കയറേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നു. മനുഷ്യന്റെ ഓരോരോ അവസ്ഥകളല്ലേ. കയ്യിരിപ്പ് കൊണ്ട് ഓരോരുത്തരും വന്ന് ഭവിക്കുന്ന, ഓരോരുത്തർക്കും എത്തുന്ന വിധിയുടെ വിളയാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. വിധിയുടെ ഒരു നീക്കം തന്നെ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ദിലീപ് കുടമറച്ച്, അതായത് 2 ചാനലുകളുടെ ഡ്രോൺ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പത്മസരോവരത്തിൽ നിന്നും പുറത്തു വരുന്നത്. റിപ്പോർട്ടറിന്റെയും ഏഷ്യാനെറ്റിന്റെയും. ഈ റിപ്പോർട്ടറിന്റെയും ഏഷ്യാനെറ്റിന്റെയും ഡ്രോൺ ദൃശ്യങ്ങളിൽ നിന്നും കണ്ണു വെട്ടിക്കാൻ വേണ്ടി വലിയൊരു കുട ചൂടിക്കൊണ്ടാണ് ദിലീപ് പത്മസരോവരത്തിൽ നിന്നും ഇറങ്ങി കാറിലേക്ക് കയറുന്നത്. ഗതികേട് എന്നല്ലാതെ എന്തു പറയാൻ. ദിലീപ് എന്ന നടനെ ഇഷ്ടപ്പെടുന്ന, ദിലീപ് എന്ന നടൻ ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടുന്ന അനവധി ആളുകളുണ്ട്. അവരുടെ കണ്ണുവെട്ടിച്ച് എത്ര ദൂരം ദിലീപിന് ഇങ്ങനെ സഞ്ചരിക്കാൻ കഴിയും, എത്ര ദൂരം ക്യാമറകളുടെ കണ്ണുവെട്ടിച്ച് സഞ്ചരിക്കാൻ കഴിയും എങ്കിൽ പോലും നീതിദേവതയുടെ മുന്നിൽ നിന്നും ദിലീപിനെ കണ്ണുവെട്ടിച്ച് പോകാൻ കഴിയുകയില്ല. തീർച്ചയായും ഒരു കാര്യം ആവർത്തിക്കുന്നു, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യവുമില്ല. 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നീതി ദേവത മുന്നോട്ട് വെക്കുന്ന പ്രധാന വാക്കുപോലും, അല്ലെങ്കിൽ പ്രധാന അടിസ്ഥാന തത്വം പോലും. ആ അടിസ്ഥാന തത്വത്തിൽ നിന്നും നിന്നുകൊണ്ട് ദിലീപിന് എന്ത് വിധിയായിരിക്കുമെന്ന് കേരളം ഉറ്റുനോക്കുമ്പോഴാണ് കുടചൂടി അതാ പോകുന്നു ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്. കുടചൂടി പോകേണ്ട അവസ്ഥ, മുഖം മറച്ചു പോകേണ്ട അവസ്ഥ, നെഞ്ചു വിരിച്ച ജനക്കൂട്ടങ്ങൾക്കിടയിലേക്ക് ദിലീപേട്ട എന്ന ആരവങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്ന ദിലീപിന്റെ ഇപ്പോഴത്തെ ഗതികേട്, ദിലീപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. എന്തായാലും 9 മണി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്താണ് ഇപ്പോൾ ദിലീപ് സെഷൻസ് കോടതിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. കൊച്ചി നഗരത്തിൽ നിന്നും സെഷൻസ് കോടതിയിലേക്ക് എത്താൻ, അതായത് ആലുവയിൽ നിന്നും സെഷൻസ് കോടതിയിലേക്ക് എത്താൻ എത്ര സമയം എടുക്കും എന്നുള്ളത് അരമണിക്കൂർ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്, 9:30 മണിയായിരിക്കുന്നു. സ്കൂൾ തുറക്കുന്ന ദിവസമാണ്, സ്കൂൾ ടൈം കൂടിയാണ്. കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്തായാലും ദിലീപ് പത്മസരോവരത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ദിലീപിന്റെ ഇന്നോവ ക്രിസ്റ്റയുടെ പുറകെ നിരവധി ചാനലുകൾ ഓടുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചാനലുകൾ ഓടി ദിലീപിന്റെ വാഹന വ്യൂഹത്തെ പിന്തുടരാൻ തന്നെയാണ് ഇപ്പോൾ നീക്കമെന്ന് വ്യക്തമാകുന്നു. എന്തായാലും ദിലീപിന്റെ ദൃശ്യങ്ങൾ പകർത്താനായി ചാനലുകൾ അഹോരാത്രം പണിപ്പെടുകയാണ് എന്ന് വ്യക്തമാകുന്നു. എന്തായാലും ദിലീപിന്റെ കാറിന് പിന്നാലെ ഓടുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പോഴും പിടികൊടുക്കാൻ ദിലീപ് പായുന്നു എന്ന് വ്യക്തമാകുന്നു. ഈ ബ്ലോക്കുകളൊക്കെ മാറിക്കൊണ്ട് ദിലീപ് അവിടേക്ക് എത്തുമ്പോൾ 10 മണിയോടുകൂടി അല്ലെങ്കിൽ 10:30 തന്നെ ദിലീപ് 1 മണിക്കൂറിന്റെ സമയം വേണമെന്നാണ് പറയുന്നത്. 10:45 ദിലീപ് കോടതിയിലേക്ക് എത്തും. 11 മണിയോടുകൂടി 1118/18 എന്ന ഈ കേസ് നമ്പർ ആദ്യത്തെ കേസായി പരിഗണിക്കും. 11:05 തന്നെ വിധി പുറത്തുവരും. അതിന്റെ വിശദമായ വിധി വരുന്നത് 12 മണിക്ക് ശേഷമായിരിക്കും, ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഡീറ്റെയിൽഡ് വിധി വരുന്നത്. പക്ഷെ ദിലീപിന് എന്താണ് എന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തായാലും ദിലീപ് പോകുന്ന വഴിയെ ആകാശ ദൃശ്യങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. അപ്പൊ കാറിനകത്തിരുന്ന ദിലീപ് അതൊക്കെ കാണുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം വണ്ടി വേഗം വിടടാ എന്നൊരു മട്ട് കാറ് പാഞ്ഞു പോകുന്ന ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും ദിലീപ് കുട മറച്ച്, കണ്ണു മറച്ച്, മുഖം മറച്ച്, ക്യാമറകളുടെ കണ്ണു വെട്ടിച്ച് അങ്ങനെ കോടതിയിലേക്ക് പോവുകയാണ്. അവിടെ ഹണിയം വർഗീസ് കാത്തിരിപ്പുണ്ട്. ഈ കഴിഞ്ഞ 8 വർഷത്തെ വിധി പറയാനായി, 8 വർഷം നീണ്ട പ്രതിവാദങ്ങളുടെ വിധി പറയാനായി അവിടെ ജസ്റ്റിസ് ഹണിയം വർഗീസ് കാത്തിരിപ്പുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതിജീവിത കോടതിയിലേക്ക് നേരിട്ട് എത്തിയിട്ടില്ല. വീട്ടിലിരുന്ന് തന്നെ വിധി കേൾക്കും എന്നാണ് വ്യക്തമാകുന്നത്.